അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടിയും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിനായും മത്സരിച്ച് മുന്നേറാൻ നമുക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെട്ട അവസരമായ റമളാൻ അതിൻ്റെ അവസാന 10 ദിനങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം തന്നെ അതിൻ്റെ ശ്രേഷ്ഠത പറയുവാൻ വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് ഏറെ ഗൗരവത്തോടുകൂടി അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. വമ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉത്തരവുമായി കൊണ്ട് ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമാണ്. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ഇദാ ദഖലൽ അശ്റു അഹിയൽ ലൈല വശദ്ദ മിഅ്സറ വഅയ്ഖള അഹ്ലഹു, പ്രവാചകൻ്റെ രാത്രിയെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു. രാത്രി നമസ്കാരവുമായി കൊണ്ടും ഖുർആൻ പാരായണം, ദിക്റുകളും ദുആകളൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാക്കാറുണ്ട്. മുണ്ട് മുറുക്കിയെടുത്ത ഇബാദത്തുകൾക്ക് തയ്യാറാവാറുണ്ട്. കുടുംബത്തെ കൂടി ആരാധനകൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി വിളിച്ചുണർത്താറുണ്ട് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവസാന 10 ആ ഒരു രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്നത്. അതിൽ തന്നെ ഒറ്റ രാവുകളിലാണ് ഏറ്റവും കൂടുതൽ അതിന് സാധ്യതയുള്ളത് എന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും ശരി, ആ ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ ഒഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ എത്ര കൂടുതൽ സമയം നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നുവോ അത്രയും അത് ശ്രേഷ്ഠകരം തന്നെയാണ്. അതേപോലെ തന്നെ അവസാനത്തെ 10 ഇബാദത്തുകൾക്കായി കൊണ്ട് പള്ളിയിൽ മാറിയിരിക്കൽ, ഇഅ്തികാഫ്, ഈ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകം സജ്ജയാക്കപ്പെട്ട പുണ്യക്രമമാണ്. പള്ളിയിൽ ഒരുമിച്ച് കൂടി വെറുതെ ഇരുന്ന് സംസാരിക്കാനോ സമയം ചെലവഴിക്കല്ലോ വേണ്ട, മറിച്ച് അനുഗ്രഹ വർഷത്തിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്നവർ ഒരു സെക്കൻഡ് പോലും ആ രാത്രിയിൽ പാഴാക്കാതെ ഇബാദത്തുകളിൽ മുഴുകുകയായിരിക്കണം. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. നമ്മളെ പടച്ച റബ്ബുമായി കൊണ്ടുള്ള ആത്മബന്ധം ഏറ്റവും കൂടുതൽ ആ റബ്ബുമായി കൊണ്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടത്. അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിലൊക്കെ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിലെ പാരായണം അധികരിപ്പിക്കുക തന്നെ വേണം. ഖുർആനിൻ്റെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഹലുകാരായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ആ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ രാത്രി തന്നെയാണല്ലോ ലൈലത്തുൽ ഖദർ. അതേപോലെ തന്നെ നമ്മളിൽ നിന്നുള്ള പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറുകളും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന സന്ദർഭം കൂടിയാണ് അവസാനത്തെ 10, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദർ എന്താണ് പ്രവാചകരെ ഞാൻ കൂടുതൽ അധികരിപ്പിക്കേണ്ടത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ എല്ലാ പാപങ്ങളും വിട്ടുവീഴ്ച നൽകുന്നവനാണ്, അതുപോലെ തന്നെ വിട്ടുവീഴ്ച ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളിൽ നിന്നും എനിക്കുള്ള പാപമോചനവും വിട്ടുവീഴ്ചയൊക്കെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയാണ് നമ്മളും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യവാനാണ്. എത്രത്തോളം എന്നാൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാനും
സ്വർഗത്തിനായി നമ്മളെ തയ്യാറാക്കുവാനും റഹ്മാനായ റബ്ബ് അതിനുള്ള അവസരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ധന്യമായ വരാനിരിക്കുന്ന 10 ദിവസങ്ങളെയും അതിനെ ഏറ്റവും ഫലവത്തായി ഉപയോഗപ്പെടുത്തുവാനുള്ള, അതിനുവേണ്ടി നമ്മളെ ഭൗതിക ജീവിതത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തണോ അതിനൊക്കെയുള്ള തീരുമാനങ്ങളെടുത്ത് അതിനെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.